റാഹേൽ എപ്പോഴാ കരഞ്ഞ്? റാഹേൽ എവിടെ വെച്ചാ കരഞ്ഞ്? ശരിക്കും റാഹേൽ കരഞ്ഞായിരുന്നു? പ്രവചനം പറയുന്നു റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അത് വെറും കരച്ചിലല്ല, ഉറച്ച നിലവിളി, വിലാപം, കഠിനമായുള്ള നിലവിളിയായിരുന്നു. അപ്പോൾ ദൈവം ആ നിലവിളിയുടെ നടുവിൽ ഇറങ്ങി അവൾക്കൊരു പ്രോമിസ് കൊടുത്തു, കരയരുത്, നിന്റെ ശബ്ദമടക്ക്, നിന്റെ കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണു അടക്കിക്കൊള്ളുക, നീ കരഞ്ഞതിന്, നീ നിലവിളിച്ചതിന് ഒരു പ്രതിഫലമുണ്ട്. മോശയ്ക്ക് ശേഷം ആര് ഇസ്രായേലിന്റെ നേതൃസ്ഥാനത്ത് വരുമെന്ന് ആരും അറിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നൂന്റെ മകനാകുന്ന ജോഷുവയെ തിരഞ്ഞെടുക്ക. അവൻ ആരാ? അവൻ ഏത് ഗോത്രമാ? അവൻ എഫ്രീം ഗോത്രമാ. അവൻ ജോസഫിന്റെ കൊച്ചുമോനാ. എന്തിനാ അവനെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നേ? അവന്റെ അമ്മ വഴി കിടന്ന് കരഞ്ഞപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, നിന്റെ മക്കളെ ഞാൻ കൊണ്ടുവരാമെന്ന്. ഒരമ്മ നടു റോഡിൽ കിടന്ന് കരഞ്ഞപ്പോൾ ആ ആദ്യ പദവി കൊടുത്ത രൂപേൻ അതിന് അയോഗ്യനാകപ്പോൾ ദൈവം ജോസഫിന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ആദ്യജാതൻ എന്ന ബർത്ത് റൈറ്റ് ദൈവം അവർക്ക് കൊടുക്കുകയാ. ആലയത്തിനകത്തോ ആരാധനയ്ക്കകത്തോ ഇരുന്ന് നിലവിളിക്കുന്നത് ലജ്ജയല്ല കേട്ടോ. ഏതെങ്കിലും ഒരു വിഷയത്തിന് മുമ്പിൽ കരഞ്ഞോ, ഞാൻ ഇവിടെ നിന്ന് മറഞ്ഞു പോയാലും എന്റെ കണ്ണുനീർ ഏറ്റെടുത്ത ദൈവം അതിന് മറുപടി കൊടുക്കും.